സൂസന്നയ്ക്ക് വിശേഷം ഉണ്ടോന്നേ എല്ലാവർക്കും ചോദിക്കാനുള്ളൂ. സൂസന്നയ്ക്ക് എങ്ങനെ വിശേഷം ഉണ്ടാവാനാ? എന്റെ ചോദ്യം ഇപ്പൊ അതല്ല, ഇതിനു മുമ്പ് വിശേഷങ്ങൾ ഉണ്ടായിരുന്നോ എന്നാണ്. ഡൽഹി, ആദംപൂർ, അംബാല, ബാംഗ്ലൂർ എന്ന് വേണ്ട ഇന്ത്യയിൽ ഒരുമാതിരിപ്പെട്ട ബാരക്കുകളൊക്കെ ചുറ്റിയടിച്ചിങ്ങോട്ട് കെട്ടിയെടുത്തല്ലേ. ദ ഗ്രേറ്റ് ട്രക്ക് ഡ്രൈവർ ഫെർണാണ്ടസിന്റെ മകൾ സൂസന്ന എന്ന സുന്ദരിയായ നഴ്സ് ഇപ്പൊ അവളുടെ പഴയ കാമുകന്മാരും അന്വേഷിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു. പട്ടാളക്കാരൻ എന്തും പിടിച്ചടക്കുന്നത് വരെ ഒരു ത്രില്ലാണ്. പിടിച്ചടക്കിയതിനു ശേഷം മഹത്വമില്ലെന്ന് മനസ്സിലായാൽ പിന്നെ എല്ലാം തരിശ് ഭൂമി പോലെ തോന്നും. അപ്പോഴും തോൽവി ഭൂമിക്ക് തന്നെ. ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ യുദ്ധക്കളത്തിൽ നിന്ന് ദാഹജലം കണ്ട് ഓടിയെത്തുമ്പോ അത് വെറും മരീചികയായാൽ ആ ഭൂമിയെ ഏത് പട്ടാളക്കാരന് ശപിച്ചു പോവും. ഈ ശാപം പേടിച്ചു തന്നെയാണ് ഞാൻ ആദ്യമേ എല്ലാം തുറന്നു പറഞ്ഞതും എതിർത്തതും. പക്ഷെ ധൈര്യം കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചു വലിയ വിശാലഹൃദയനായിരിക്കുമെന്ന്. ഇപ്പം മനസ്സിലായി. രാജേട്ടാ, എനിക്കൊന്നേ പറയാനുള്ളൂ. സൂസന്ന ജനിച്ചു വളർന്ന ചുറ്റുപാടുകൾ മോശമായിരിക്കാം, ബട്ട് ഷീ ഈസ് എ പെർഫെക്റ്റ് വുമൺ, എ റെസ്പെക്ടബിൾ വുമൺ. ഈ പെൺവർഗത്തിന്റെ മഹത്വമൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ കണ്ടിട്ടുള്ളതിന്റെ 100 അംശം പോലും നീ കണ്ടിട്ടില്ലല്ലോ. അവിടെയാണ് അതിന്റെ കുഴപ്പം. രാജേട്ടന്റെ അബദ്ധ സഞ്ചാരത്തിന്റെ പാസ്റ്റ് ഇപ്പോഴും രാജേട്ടനെ വേട്ടയാടുകയാണ്. വിശുദ്ധിയുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളും ഈ ലോകത്തുണ്ട് രാജേട്ടാ. സോറി, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. ഏതായാലും ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഒരു കണക്കിന് ആലോചിച്ചാ അവിടെ മാലാകളിച്ചെന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. ഇനി ഇവിടെ നിന്നാൽ ഞാൻ രാജേട്ടനേക്കാൾ ബോർനാകും. ഗുഡ് നൈറ്റ്. ആ, ഗുഡ് നൈറ്റ്. നേഴ്സിനെ പറ്റി പറഞ്ഞപ്പോ ഡോക്ടറോട്ട് നോവുന്നു. വർഗസ്നേഹം. സാർ, ആ നീ പോയിക്കോ, ഞാൻ ഇനിയും ലേറ്റാവും. ആ പാവം പെൺകൊച്ചിന്റെ ജീവിതം കൂടി ഇയാള് നശിപ്പിക്കും. എന്തിനാണ് പോകുന്നേ? എന്റെ മുമ്പിൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ കളിക്കല്ലേ. ഇനി നാടകമൊന്നും വേണ്ട. സത്യം പറഞ്ഞു, നീ എത്ര പ്രാവശ്യം അബോർഷൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നീ ഗർഭിണിയാകാത്തതും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തെങ്കിലും ക്ഷമിക്കാമായിരുന്നു. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കുഞ്ഞിനെ പോലും തരാൻ കഴിവില്ലാത്ത നിന്നെ ഭാര്യയായിട്ട് എനിക്ക് വേണ്ട.